അന്താരാഷ്ട്ര തലത്തിൽ നടന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം. 2.5 ദശാബ്ദം നീണ്ട ബഷർ അൽ അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച് സിറിയ വിമത നിയന്ത്രണത്തിൽ. അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ കൊട്ടാരം കൊള്ളയടിച്ച ജനം. വിമതർക്ക് ഭരണം കൈമാറിയെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സിറിയയുടെ നിയന്ത്രണം ഭീകര സംഘടന ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് അമേരിക്കയും റഷ്യയും പ്രതികരിച്ചു. മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മെറിൻ, ഇപ്പോൾ എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നു. എന്നാൽ അസദിന് എന്ത് സംഭവിച്ചു എന്നതിലൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടോ എന്ന തരത്തിലേക്ക് പോലും വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിലായി നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന തരത്തിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്തൊക്കെ? അനുജ, 13 വർഷം നീണ്ടുനിന്ന സിറിയയിലെ സംഘർഷത്തിന്റെ ഒരു ആകെത്തുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പറയാൻ സാധിക്കും. കാരണം 24 വർഷം നീണ്ട ബഷർ അൽ അസദിന്റെ പ്രസിഡന്റിന്റെ ഭരണത്തിനാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. വിമത സേനയായ HTS ഇപ്പോൾ തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് സിറിയ വീണത്. അസാദിന്റെ ഭരണത്തിന് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. അദ്ദേഹം ഒരു വിമാനത്തിൽ രക്ഷപ്പെട്ടു എന്ന വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഏത് സ്ഥലം, എങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്നുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അതേസമയം ഭരണമാറ്റത്തിന് പിന്നാലെ ബഷർ അൽ അസദിന്റെ കൊട്ടാരത്തിൽ വിമതർ അതിക്രമിച്ച് കയറി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കൊള്ളയടിക്കുന്ന വിലപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ കൊള്ളയടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബഷർ അൽ അസദിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പ്രതിമകൾ തകർത്ത് അത് തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ 24 വർഷത്തെ ഒരു ഭരണത്തിനാണ് ഇപ്പോൾ HTSന്റെ വിമത സേനയായ HTS ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഇത്തരത്തിൽ സിറിയയുടെ ഓരോ നഗരങ്ങളായിട്ട് ഇപ്പോൾ വിമത സേന പിടിച്ചെടുത്തത്. ആദ്യം തന്നെ അവർ പിടിച്ചെടുത്തത് രണ്ടാമത്തെ നഗരമായ അലപ്പോ ആയിരുന്നു. തുടർന്നത് ഹമാ നഗരവും അതുപോലെ തന്നെ മൂന്നാമത്തെ നഗരമായ ഹോംസും പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് തലസ്ഥാനമായ ഡമാസ്കസ് വീണതോടെയാണ് ഇപ്പോൾ സിറിയ ഒരു ആഭ്യന്തര കലാപത്തിൽ അല്ലെങ്കിൽ വിമതരുടെ പിടിയിലേക്ക് ഒരുങ്ങിയത്. സിറിയയിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇപ്പോൾ അമേരിക്കയും പറഞ്ഞിരിക്കുന്നു. സിറിയയുടെ ഇരുണ്ട യുഗത്തിന് അവസാനമായിരിക്കുന്നു എന്ന് തന്നെയാണ് വിമതർ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ വിമതരെ പിന്തുണച്ച് തെരുവിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ ബഷർ അൽ അസദിന് എന്ത് സംഭവിച്ചെന്നുള്ള സിറിയ വിമതരുടെ നിയന്ത്രണത്തിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബഷർ അൽ അസദിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ വിവിധ രാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്.